ഹലോ ഗൈസ്, റമദാൻ ഇന്ന് ഇഫ്താർ നമ്മളെ നാലാമത്തതാണ്. ഇന്ന് പള്ളിയിലൊന്നും പോകുന്നില്ല, ഇന്ന് റൂമിൽ തന്നെ ഉണ്ടാക്കുകയാണ്. പെട്ടെന്നൊരു തട്ടിക്കൂട്ട് മന്തി ഉണ്ടാക്കിയിട്ട് ഉള്ള ഒരു നോമ്പ് തുറയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നതല്ല. നമ്മൾ വേറെ പുറത്തുനിന്ന് ആരും വന്നാലായില്ലെങ്കിൽ ഞങ്ങൾ 2-3 ആൾക്കാർ അത്രയേ ഉള്ളൂ. ഇന്ന് പള്ളിയിലൊന്നും പോകാൻ പറ്റിയില്ല ഗൈസ്. അപ്പം ഇവിടെ തന്നെ നമ്മൾ സെറ്റാക്കുന്നത്. അപ്പം ഒരു മന്തി പെട്ടെന്ന് തട്ടിക്കൂട്ടൊരു മന്തി ഉണ്ടാക്കാം, കണ്ടോളി. മാഗി ക്യൂബ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, ഒരു 1.5 ക്യാപ്സിക്കം, വലിയ ക്യാപ്സിക്കം എടുത്തിട്ട് മുറിച്ചത്. അതിലേക്ക് പിന്നെ നമ്മളിടുന്നത് നേരെ മന്തി മസാലയാണ് ഇടുന്നത്. അത് ഏത് ജീരകമാണെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഇടുന്ന ജീരകത്തിൻ്റെ പേര് എടുക്കാറില്ല, വലുത് ചെറുതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഓയിൽ, കുറച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓയിൽ, ഇത് കൊഴിയാനും അടി പിടിക്കാതിരിക്കാനൊക്കെ ഉള്ളൊരു ഓയിൽ. മാഗി ക്യൂബും ഇതൊക്കെ വെച്ചിട്ട് നല്ല കുഴച്ചു കളറ് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് എങ്ങാനും വെച്ചിട്ടോ, 10 മിനിറ്റ് കൊണ്ട്. പിന്നെ ഒരു അരമണിക്കൂർ നമുക്ക് സമയം കുറച്ചും കൂടെ ഉണ്ടായതുകൊണ്ട് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെക്കുക. അവിടെ കിടന്ന് സെറ്റായിക്കോളും. കണ്ട, ഒരു സൈഡ് ഏകദേശം വന്നപ്പോൾ ഞാൻ മറിച്ചിട്ടതാണ്. ഈ സൈഡും കൂടെ ഒന്ന് വേവിക്കാം ഗൈസ്. ഞാൻ അവിടെ ഇത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കുറച്ച് അരി വേവിക്കണം. അരി വേവിക്കാൻ ജീരകം, ഒരു ഡ്രൈ ലെമൺ ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയൊരു കത്തി കൊണ്ട് കുത്തിയിട്ടിട്ട് അത് ഇട്ടെടുക്കുക. റൈസിനൊരു ഫ്ലേവർ ഇട്ടാണ് മാഗി ക്യൂബ് ഇടുക. 2 ഏലക്കായി, പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചെടുത്തിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി ഇതൊക്കെ നോക്കൊന്നും വേണ്ടാണ്ട് എടുത്തിടുക. ബിരിയാണി വെക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ എടുത്തിടുക ഗൈസ്. ഇതാ വെള്ളം നല്ല തിളച്ച് മറിയുമ്പോൾ നമ്മൾ റൈസ് കുറച്ച് മുന്നേ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ എങ്ങാനും വെള്ളത്തിൽ പുതർത്തിയിട്ടുണ്ട്. അരിട്ട് കഴിഞ്ഞാൽ നല്ല ഇളക്കിയിട്ട് ഒന്നുകൂടെ മൂടി വെക്കുക. ശേഷം നമ്മൾ നേരത്തെ ഊറ്റി വെച്ച റൈസ് റെഡി ആയിട്ടുണ്ട്. അത് നേരെ ഒഴിച്ചെടുക്കുക. ആളി കത്തൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചെടുക്കുക. ഓക്കെ, നേരെ ചട്ടിന്